നല്ല സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന മിക്സപ്പ് കാറ്റഗറിയിലാണ് ഇന്നത്തെ വീഡിയോയിൽ സാരീസ് വരുന്നത്. പ്യുവർലി നമുക്കൊരു പാർട്ടിക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന പാർട്ടി വെയർ കളക്ഷൻസും വരുന്നുണ്ട്, സെമി പാർട്ടി വെയർ വരുന്നുണ്ട്, കാഷ്വൽ വെയർ സാരീസും വരുന്നുണ്ട്. എല്ലാ സാരീസും നമുക്ക് വെബ്സൈറ്റ് ത്രൂ ഒരു വാട്സ്ആപ്പ് വഴി പർച്ചേസ് ചെയ്യാം. ഞാൻ ജെബിൻ ഷഫീഖ്, വെൽക്കം ടു ക്ലൗഡ് ഡിസൈൻസ്. ഇന്നത്തെ വീഡിയോയിൽ ആദ്യം വരുന്നത് പാർട്ടി വെയർ കാറ്റഗറിയിലുള്ള കളക്ഷൻസ് ആട്ടോ. നല്ലൊരു സെമി ബനാറസി ക്രഷ് സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. നല്ലൊരു പേസ്റ്റൽ പിങ്ക് ആണ് ടോൺ വരുന്നത്. അതിൽ ഈ ഒരു സ്റ്റൈലായിരിക്കും. നല്ലൊരു ഹൊറിസോണ്ടൽ ആയിട്ട് ബനാറസി വുമൺ പാറ്റേണിലാണ് സാരിയുടെ ബോഡി വരുന്നത്. ഒരു ഫ്ലോറൽ ജാൽ ഡിസൈനിലായിരിക്കും ആ ഒരു ബോഡി വന്നിട്ട്. ഫാബ്രിക് വരുന്ന ക്രഷ് സിൽക്ക് ആണ്, കണ്ടോ, ഈ ഒരു പാറ്റേണിലാണ്. ഒരു ടിഷ്യൂ യാൺസ് കൂടി വന്നിട്ടുണ്ട് ഇതിൽ, അതുകൊണ്ട് തന്നെ നല്ലൊരു റിച്ച് ലുക്ക് ഉണ്ട് കേട്ടോ സാരിയുടെ ഫാബ്രിക് വരുമ്പം. ഒരു ലൈറ്റർ ഓണിയൻ പിങ്കിൽ ആ ഒരു ആൻറ്റിക് ബനാറസി മോട്ടീവ്സിലായിരിക്കും ബോഡി വരുന്നത്. ബോർഡർ വരുന്ന ഈ ഒരു സ്റ്റൈലാണ്. മുന്താണി ഇതായിരിക്കും ആ ഒരു ക്രഷ് ഫീലിൽ തന്നെ ബ്രൊക്കേഡ് വീവിലാണ് സാരിയുടെ പല്ലു വരുന്നത്. നല്ലൊരു സോഫ്റ്റ് കളറാട്ടോ സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഒരു പേസ്റ്റൽ പിങ്ക് ബനാറസി ബുട്ടി വർക്കിൽ തന്നെയായിരിക്കും റണ്ണിങ് ബ്ലൗസും വരുന്നത്. സ്മോൾ ബുട്ടി വർക്ക് വന്നിട്ട് ഡബിൾ സൈഡ് ബോർഡറാണ് ബ്ലൗസിലും വരുന്നത്. വീണ്ടും അതേ ഫാബ്രിക് തന്നെ കേട്ടോ, സോഫ്റ്റ് ക്രഷ് സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. അതിലും ബനാറസി വുമൺ സ്റ്റൈലിൽ ഹൊറിസോണ്ടൽ ആയിട്ട് തന്നെ ആയിരിക്കും വുമൺ പാറ്റേൺസ് വരുന്നത്. ഈ ഒരു സ്റ്റൈലായിരിക്കും വരിക. നല്ലൊരു ലാവൻഡർ, ഒരു ലൈലാക്ക് ബ്ലെൻഡഡ് ലാവൻഡർ ആണ് സാരിയുടെ കളർ വരുന്നത്. ക്രഷ് പല്ലു, ബുട്ടി വർക്കിലായിരിക്കും റണ്ണിങ് ബ്ലൗസ്. ഈ ഒരു സ്റ്റൈൽ കേട്ടോ. എല്ലാം നല്ല ബ്യൂട്ടിഫുൾ കളർ പാറ്റേണിലാട്ടോ സാരീസ് വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റ് കളേഴ്സിലാണ് എല്ലാം. ഇത് വരുന്നത് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ആണ് സാരി വരുന്നത്. ക്രഷ് സിൽക്ക് തന്നെയാണ് സാരിയുടെ ഫാബ്രിക്. ക്രഷ് ബനാറസി സിൽക്കാണ് വരുന്നത്. സോഫ്റ്റ് സിൽക്ക് ആട്ടോ, വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ മെറ്റീരിയൽ. ഒറിസോണ്ടൽ ആയിട്ട് തന്നെ സ്ട്രൈപ്പ് ഡിസൈൻസ് ആണ് ആ ഒരു വുമൺ പാറ്റേണിൽ വരുന്നത്. ബനാറസി സ്റ്റൈലുള്ള ബോർഡേഴ്സ് വരുന്നുണ്ട്. ബ്രൊക്കേഡ് വീവിലാണ് സാരിയുടെ മുന്താണി. ആ ഒരു ക്രഷ് ഫീലിൽ തന്നെ മുന്താണി വരുന്നത്. നല്ലൊരു എലഗൻ പാർട്ടി വെയർ സാരിയാണ്. ഇതായിരിക്കും ബ്ലൗസ് വരുന്നത്. സെയിം അതേ സ്റ്റൈലിൽ തന്നെ സ്മോൾ ബുട്ടി വർക്കിലായിരിക്കും റണ്ണിങ് ബ്ലൗസ്. വീണ്ടും നല്ലൊരു കളറാണ് വരുന്നത്. ഒരു ലൈറ്റ് മോവ് ടോൺ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഹൊറിസോണ്ടൽ ആയിട്ട് തന്നെ അതേ ബനാറസി വുമൺ സ്റ്റൈലിൽ തന്നെ ആയിരിക്കും. സാരിയുടെ ബോഡി കംപ്ലീറ്റ് വന്നിട്ട് ഡബിൾ സൈഡ് ബോർഡർ, ക്രഷ് പല്ലു, ബ്ലൗസ്. നെക്സ്റ്റ് സാരി വരുന്നത് നല്ലൊരു ഡിഫറെന്റ് ലുക്കിൽ നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന ഒരു പാർട്ടി വെയർ സാരി കേട്ടോ. സോഫ്റ്റ് സെമി സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. വളരെ തിൻ ഫാബ്രിക് ആണ് സാരി. നല്ലൊരു പാറ്റേൺ ആണ്. ഹൊറിസോണ്ടൽ ആയിട്ട് പോൾക്കാ ഡോട്ടും അതിലൊരു മോട്ടീവ്സും ഫിഗർ മോട്ടീവ്സിലാണ് സാരി വരുന്നത്. ഒരു ബേബി പിങ്ക് ഗ്രേ ആ ഒരു കോമ്പിനേഷനിൽ ഓൾട്ടർനേറ്റീവ് ഡിസൈൻസ് വരുന്നുണ്ട്. ഫസ്റ്റ് കോമ്പിനേഷൻ വരുന്നത് ഗ്രേയിലാണ് ഒരു ബനാറസി ബോർഡർ വരുന്നത് സാരിക്ക്. ബനാറസി ബോർഡർ വന്നിട്ട് വീണ്ടും ഒരു കൗ മോട്ടീവ്സിലായിരിക്കും ഡിജിറ്റൽ പ്രിന്റ് വരുന്നത്. വീണ്ടും വരുന്നത് ആ ഒരു ബനാറസി തന്നെയുള്ള ഒരു ജെറി വുമൺ ലൈൻ പാറ്റേൺസ് വന്നിട്ട് ഒരു ക്രഷ് ഫീലിലായിരിക്കും കേട്ടോ സാരിയുടെ ആ ഒരു ടെക്സ്ചർ വരുന്നത്. പോൾക്കാ ഡോട്ട് ആണ് സ്റ്റീൽ ഗ്രേയിൽ വരുന്നത്. വീണ്ടും കൗ മോട്ടീവ്സ്, എഗെയിൻ ബേബി പിങ്കിലാണ് ആ ഒരു ഗോൾഡൻ ജെറി ചെക്ക് പാറ്റേൺസും അതിൽ ആ പോൾക്കാ ഡോട്ടും വരുന്നുണ്ട്. ഫുൾ ഓരോ ഡിസൈനും ആ ഒരു ബൗണ്ടറി വരുന്നത് ബനാറസി ഒരു ജെറി വുമൺ ലൈൻ പാറ്റേൺസ് വരുന്നുണ്ട്. ആ ഒരു സ്റ്റൈലിലായിരിക്കും വരുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ഇതിലിപ്പോൾ നമുക്ക് ബേബി പിങ്ക് ബ്ലൗസ് ഡ്രേപ്പ് ചെയ്യാം. അതല്ല ഈ ഒരു സ്റ്റീൽ ഗ്രേയും നല്ലൊരു ലുക്കായിരിക്കും. നമ്മളൊരു കോട്ടൺ സിൽക്കിന്റെ എല്ലാം ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ലുക്കിൽ നമുക്ക് ഡ്രേപ്പ് ചെയ്യാൻ പറ്റും. ഷോർട്ട് പല്ലു ആണ്. ക്രഷ് ഫീൽഡിൽ തന്നെ ഗ്രേയിൽ ഒരു ജെറി വുമൺ ഷോർട്ട് മുന്താണി വന്നിട്ട് ഒരു ബനാറസി വുമൺ സ്റ്റൈലിൽ, ഇതിപ്പോൾ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ ബ്ലൗസ്. ബനാറസി വുമൺ സ്റ്റൈലിൽ ഗ്രേയിലായിരിക്കും ബ്ലൗസ് വരുന്നത്. സെയിം അതേ ഡിസൈൻ തന്നെ വരുന്നുണ്ട്. പോൾക്കാ ഡോട്ടും ആ ഒരു കൗ മോട്ടീവ്സും ആയിരിക്കും വരുന്നത്. സോഫ്റ്റ് സെമി സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക്. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ നല്ലൊരു മോവ് ടോൺ ആണ്. പീച്ച് ആൻഡ് മോവ് ടോൺ ആണ് സാരി വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ സോഫ്റ്റ് സെമി സിൽക്ക്, ക്രഷ് പല്ലു, റണ്ണിങ് ബ്ലൗസ്. ബ്ലൗസ് ഒരു 60-65 സെന്റിമീറ്റർ ഒക്കെ കാണുള്ളൂ കേട്ടോ. വീണ്ടും അതേ ഫാബ്രിക് തന്നെയാണ്. സോഫ്റ്റ് സെമി സിൽക്ക് തന്നെയാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ഒരു ക്രേപ്പ് സിൽക്കിന്റെ തന്നെ സോഫ്റ്റ് സെമിയിലാണ് വരുന്നത് സാരി. ബനാറസി സ്റ്റൈലാണ് വരുന്നത്. ഇതിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട് കേട്ടോ സാരി. ഒരു ക്രേപ്പ് ജോർജറ്റിന്റെ ആ ഒരു ടെക്സ്ചർ ആട്ടോ സാരിയുടെ ഫാബ്രിക് വരുന്നത്. സിമ്പിൾ ബോർഡർ വരുന്നത്. ബനാറസി ബോർഡർ വന്നിട്ട് പീകോക്ക് മോട്ടീവ്സ് ആയിരിക്കും പ്രിന്റിൽ വരുന്നത്. പീച്ചിൽ ഡാർക്ക് മോവിലാണ് നെക്സ്റ്റ് കളർ വരുന്നത്. വീണ്ടും നല്ലൊരു ചിക്കു ടോണാണ് വരുന്നത്. മൈൽഡ് പീച്ച്, അങ്ങനെ ഡിഫറെന്റ് കളേഴ്സിലാട്ടോ ഓരോ ഡിസൈനും വരുന്നത്. ഡിഫറെന്റ് കളേഴ്സിലാണ്. ഇതിലൊരു വാട്ടർ ഗോൾഡ് സ്വീക്കൻസ് വർക്ക് കൂടി വരുന്നുണ്ട് സാരിയിൽ. ഈ ഒരു പാറ്റേണിലായിരിക്കും ബോഡി കംപ്ലീറ്റ് വരുന്നത്. സ്മോൾ സ്വീക്കൻസ് വർക്ക് ആട്ടോ വരുന്നത്. ഒട്ടും അങ്ങനെ ഒരു വിസിബിൾ അല്ല. നല്ലൊരു ലുക്കിലായിരിക്കും സാരി വരുന്നത്. ഇതാണ് പല്ലു, ഷോർട്ട് മുന്താണി, ബ്ലൗസ്. സെയിം പാറ്റേൺ തന്നെ കേട്ടോ. വീണ്ടും നല്ലൊരു കളർ പാറ്റേണിലാണ് നെക്സ്റ്റ് സാരി വരുന്നത്. ഒരു പിങ്ക്, ഗ്രേ, ടീൽ ഗ്രീൻ, ഡാർക്ക് ചിക്കു ആ ഒരു ടോണിലാണ് വരുന്നത് സാരി. ഇതും അതേ ഹൊറിസോണ്ടൽ ആയിട്ട് തന്നെ പിന്നെ ഒരു ത്രെഡ് വീവ് പാറ്റേൺസും സ്മോൾ സ്വീക്കൻസ് വർക്കും വരുന്നുണ്ട് സാരിയിൽ. പീകോക്ക് മോട്ടീവ്സിലായിരിക്കും ബോഡി വരുന്നത്. ബനാറസി ബോർഡർ, മുന്താണി,
ഒരു ക്രേപ്പ് ജോർജറ്റ് ആണ് കേട്ടോ ഈ സാരീസിന്റെ ഫാബ്രിക് വരുന്നത്. ബ്ലൗസും ഒരു 50-65 സെന്റിമീറ്റർ കാണുള്ളൂ കേട്ടോ. ഇനി വരുന്നത് ക്രഷ് ടിഷ്യൂ ആണ് സാരിയുടെ ഫാബ്രിക് കേട്ടോ. അതിൽ നല്ലൊരു പാറ്റേൺ ഒരു മൾട്ടി കളർ പാറ്റേണിലായിരിക്കും സാരിയിൽ ആ ഒരു ത്രെഡ് എംബ്രോയിഡറി വരുന്നത്. കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി വർക്കിലായിരിക്കും രണ്ട് സൈഡിലും ബോർഡർ വരുന്നത്. ബോഡി വരുന്നത് പ്ലെയിൻ ആണ്. ക്രഷ് ടിഷ്യൂ ആണ് സാരിയുടെ ഒരു ടെക്സ്ചർ വരുന്നത്. ഇതായിരിക്കും ബോഡി ഈ ഒരു സ്റ്റൈലായിരിക്കും വരുന്നത്. ഫുൾ ഒരു ക്രഷ് ഫീൽ വന്നിട്ട് നല്ലൊരു പാറ്റേണിലാണ് സാരിയിൽ ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. അപ്പുറം ലോവറും ഇതേ സ്റ്റൈലിൽ തന്നെ ആയിരിക്കും ത്രെഡ് എംബ്രോയിഡറി വന്നിട്ട്. മുന്താണി സെയിം സ്റ്റൈലിൽ തന്നെ ആ ഒരു ടാസൽസിലായിരിക്കും പല്ലു വരുന്നത്. ഇതാണ് സാരിയുടെ മുന്താണി. പ്ലെയിൻ ബ്ലൗസ്. നെക്സ്റ്റ് സാരിയും സെയിം തന്നെ കേട്ടോ. ക്രഷ് ഫീൽഡ് തന്നെയാണ്. ക്രഷ് ടിഷ്യൂ തന്നെയാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ഇതിൽ നല്ലൊരു പാറ്റേണിലാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഈ ഒരു സ്റ്റൈലായിരിക്കും. ഞാനിപ്പോൾ ഫ്രണ്ടിലോട്ട് അവിടെ കാണിക്കുന്നത് മുന്താണിയുടെ പോർഷനാണ്. ഈ ഒരു പാറ്റേണിലാണ് രണ്ട് സൈഡിലും വർക്ക് വരിക. ക്ലോസർ ഷോട്ട് ഇങ്ങനെ വരും. സാരിയുടെ ടെക്സ്ചർ ക്രഷ് ടിഷ്യൂ ആണ്. ടാസൽസ് അറ്റാച്ച്ഡ് ആണ്. പല്ലു വരുമ്പോൾ റണ്ണിങ് ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആയിരിക്കും. നെക്സ്റ്റ് സാരി ഫാബ്രിക് സെയിം തന്നെ കേട്ടോ. ക്രഷ് ടിഷ്യൂ തന്നെ സാരിയുടെ ഫാബ്രിക് വരുന്നത്. നല്ലൊരു ഗ്രീൻ ആണ് സാരിയുടെ ടോൺ വരുന്നത്. നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത്. ഡബിൾ സൈഡിലും സെയിം പാറ്റേൺ തന്നെ. ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത് സെയിം സ്റ്റൈലിൽ തന്നെ. വീണ്ടും ക്രഷ് ടിഷ്യൂ തന്നെ കേട്ടോ സാരിയുടെ ഫാബ്രിക്. ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. നല്ലൊരു ക്രോസ് സ്റ്റിച്ച് പാറ്റേണിലായിരിക്കും സാരിയിൽ ആ ഒരു വർക്ക് വരിക. ഈ ഒരു സ്റ്റൈലിലായിരിക്കും വരുന്നത്. ഒരു ഡ്യുവൽ ടോണിലാട്ടോ സാരിയുടെ ഒരു കളർ വരുന്നത്. ഒരു പിങ്ക് ആൻഡ് പീച്ച് ആണ്. ഡ്യുവൽ കോമ്പിനേഷനിലുള്ള ബോഡി വന്നിട്ട് ഈ ഒരു പാറ്റേണിലായിരിക്കും ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് വരുന്നത്. രണ്ട് സൈഡും മുന്താണിയും സെയിം സ്റ്റൈലിൽ തന്നെ ആയിരിക്കും വർക്ക് വരിക. റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട് സാരി. വീണ്ടും സെയിം ഫാബ്രിക് തന്നെ. ക്രഷ് ടിഷ്യൂ തന്നെയാണ് ഫാബ്രിക് കേട്ടോ. ഇതിലും അതേ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് ആയിരിക്കും രണ്ട് സൈഡിലും വരിക. ഇത് നല്ലൊരു പേസ്റ്റൽ യെല്ലോ ആണ് സാരിയുടെ ടോൺ വരുന്നത്. ഒരു ഗോൾഡൻ ബ്ലെൻഡഡ് യെല്ലോ ആണ് സാരിയുടെ ഷെയ്ഡ് കേട്ടോ. അതിലൊരു ഗ്രീൻ വയലറ്റ് ലാവൻഡർ ടോണിലായിരിക്കും ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് വരിക. റണ്ണിങ് ബ്ലൗസ്. വീണ്ടും സെയിം സ്റ്റൈലിൽ തന്നെ അതേ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് തന്നെ കേട്ടോ. ക്രഷ് ടിഷ്യൂ തന്നെ സാരിയുടെ ഫാബ്രിക് വരുന്നത്. നല്ലൊരു ആന്റി കോപ്പർ ആണ് സാരിയുടെ ടോൺ വരുന്നത്. സെയിം സ്റ്റൈൽ പല്ലു, റണ്ണിങ് ബ്ലൗസ്. ലാസ്റ്റ് സാരിയാണ് വരുന്നത് കേട്ടോ. ഇതും അതേ പാറ്റേൺ തന്നെയാണ്. ക്രഷ് ടിഷ്യൂ തന്നെയാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് ആയിരിക്കും രണ്ട് സൈഡിലും വരുന്നത് കേട്ടോ. സെയിം സ്റ്റൈലിൽ തന്നെ സാരിയുടെ മുന്താണി, റണ്ണിങ് പല്ലു വിത്ത് ബ്ലൗസ്.